ഇന്നലെ മാർക്കോയുടെ ഡിലീറ്റ് സീനായ റിയാസ് ഖാൻ്റെ ഉണ്ണിമുകുന്ദനുമായിട്ടുള്ളൊരു സീൻ ഇന്നലെ റിലീസ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ ആണ്. ഒറ്റവാക്കി പറഞ്ഞാൽ ഞാനിതിനെ ഒരു ഉദാഹരണത്തിൽ കൂടെ പറയാം. അതായത് നമ്മളിപ്പോൾ തൃശ്ശൂർ പൂരത്തിലൊക്കെ വലിയ വെടിക്കെട്ട് കിടക്കില്ലേ, വെടിക്കെട്ടൊക്കെ നാണങ്ങൾ പൊട്ടിച്ചേർന്ന വെടിക്കെട്ടിൽ ഒരു ഓലപ്പടക്കം ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ തന്നെയാണ് ഈ സിനിമ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമ്മൾ ഇനി മാർക്കോയിൽ കണ്ട് മറ്റ് സീൻസൊക്കെ കണ്ടിരുന്നത് ഓരോ ക്യാരക്ടറും, അത് ഉണ്ണിയേട്ടനായിക്കോട്ടെ ബാക്കിയുള്ള എല്ലാ ക്യാരക്ടറും ജൂനിയർ ആർട്ടിസ്റ്റ് ആകട്ടെ, പക്ഷേ അതിൻ്റേതായിട്ടൊരു വാല്യൂ അവർ കീപ്പ് ചെയ്തിരുന്നു. പക്ഷേ ഈ റിയാസ് ഖാൻ്റെ ഈ ഡിലീറ്റ് സീനിൽ റിയാസ് ഖാൻ്റെ ഈ സീൻ ഒരു ഇമ്പാക്റ്റ് തോന്നിച്ചില്ല. ഒരു നെഗറ്റീവ് ഷെയ്ഡൊക്കെയാണ് പുള്ളി പറയുന്നത്, പക്ഷേ ഒരു നെഗറ്റീവ് ഷെയ്ഡ് നോക്കിയില്ല. പിന്നെ ഒന്ന് ഡാർക്ക് തീമായിരുന്നു വയലൻസിൻ്റെ, അതിനൊന്നും ഈ സ്ക്രീൻ പ്രസൻസിൽ കാണിച്ചിരുന്നില്ല. പിന്നെ ഫൈറ്റ് സീൻ അതും ഒരു എന്താണെന്നറിയില്ല, ഫൈറ്റ് സീൻ അത്ര ഒരു ബ്രൂട്ടലായിട്ട് തോന്നിയില്ല. ശരിക്കും അത് വയലൻസ് എന്നുള്ള ബ്രൂട്ടൽ തന്നെ വേണമായിരുന്നു. പിന്നെ ജയിലിൽ ഒരുമാതിരി തളർന്നിടിക്കുന്ന പോലെയാണ് ആ പ്രതികളെ ഇടിക്കുന്ന സീനൊക്കെ. നിങ്ങളൊക്കെ തലയ്ക്ക് അടിയും കയറ്റ് വയ്യായിരുന്ന മാർക്കോ ക്ലൈമാക്സിൽ ഫൈറ്റ് ചെയ്ത് നല്ല ബ്രൂട്ടലായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. പക്ഷേ ഇതൊക്കെ പൂർണ്ണ ആരോഗ്യത്തിൽ നിന്നിട്ട് ഒരുമാതിരി ആ ജയിലിൽ കിടന്നുള്ള ഫൈറ്റ് തളർന്നിരുന്ന് അടിക്കുന്ന പോലെ, എന്തിനോ വേണ്ടി അടിക്കുന്ന പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. മൊത്തത്തിൽ ഈ പടത്തിന് ഒരു വേണ്ടാത്തൊരു ക്യാരക്ടർ പോലെ റിയാസ് ഖാൻ്റെ ഇത് തോന്നി. പണ്ട് മറ്റേ എപ്പോഴും ഇട്ട് ട്രോളിക്കൊണ്ടിരിക്കുന്നവരെ അപ്പൂപ്പൻ ബോയ്സിലൊക്കെ എപ്പോഴും റിയാസ് ഖാനെ ട്രോളാൻ ഉപയോഗിക്കുന്ന മെയിൻ ആളാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അയാൾ ട്രോളൂ എന്നുള്ള ഉറപ്പാണ്. റിയാസ് ഖാൻ്റെ എന്നാണെന്നറിയില്ല, അത് ആവശ്യമില്ലാത്ത ക്യാരക്ടറായിട്ട് പോലെ എനിക്ക് തോന്നി. ഇനി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. പക്ഷേ ഈ സീൻ ഡിലീറ്റ് ചെയ്ത് നന്നായി. ആ എഡിറ്റർക്ക് പ്രത്യേകിച്ചൊരു സല്യൂട്ട്.